അഥ ദേവനാമനിവഹൈശ്ച താവകൈ കൃതരക്ഷണസ്ത്വമയി ഗോപികാജനൈ പശുപാതിനാഥ ദയിതാസ്തനം ധയൻ ശിശുരൂപകൃഷ്ണ പരിപാഹി മാം ഗദൽ. ഹേ ദേവ, പിന്നെ അങ്ങയുടെ നാമജാലങ്ങളെ കൊണ്ട് തന്നെ അങ്ങ് ഗോപികാജനങ്ങളാൽ രക്ഷിക്കപ്പെട്ടു. ഗോകുല നാഥ പത്നിയായ യശോദയുടെ സ്ഥാനം കുടിച്ചുകൊണ്ട് ശിശുരൂപനായ കൃഷ്ണ നിന്തിരോടി അടിയനെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. ഉണ്ണിയെ എടുത്ത യശോദാദികളായ ഗോപികൾ ഭഗവാന്റെ ശരീരത്തിൽ ഗോമൂത്രവും മറ്റും തളിക്കുകയും പശുക്കളുടെ കുളമ്പടിയിലെ പൊടി കൊണ്ടും ചാണകം കൊണ്ടും നെറ്റിത്തടം മുതലായ 12 അംഗങ്ങളിലും ഭഗവൻ നാമങ്ങൾ ജപിച്ച് രക്ഷാവിധി ചെയ്യുകയും ചെയ്തു. പിന്നെ ഗോപിമാർ ശ്രീകൃഷ്ണ ഭഗവാനെ രക്ഷിക്കാനായി ശ്രീകൃഷ്ണ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ കവചം എന്ന് പ്രസിദ്ധമായതുമായ മന്ത്രം ചൊല്ലി ന്യസിച്ച് ഉണ്ണിയെ രക്ഷിച്ചു. കൃതരക്ഷണ എന്ന് സൂചിപ്പിച്ചത് ഇക്കാര്യമാണ്. ദശമം 6-ാം അധ്യായം 22-ാം ശ്ലോകം മുതൽ 29 കൂടിയ ശ്ലോകങ്ങളാണ് ശ്രീകൃഷ്ണ കവചം. ഇപ്രകാരം പ്രണയബദ്ധകളും പുണ്യവതികളുമായ ഗോപികമാരാൽ രക്ഷിക്കപ്പെട്ട കൃഷ്ണനോട് യശോദ സ്തന്യപാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലഭാവത്തിൽ തന്നെ കടാക്ഷിച്ച് സകല രോഗങ്ങളും നീക്കി രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണിവിടെ. ഈ സ്തോത്രം പാരായണം ചെയ്യുന്നവർക്കും ഇപ്രകാരം രോഗശമനം എന്ന ഫലം ലഭിക്കുന്നു. ദശമം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗവുമാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചത്. പൂതനാശരീരം ദഹിപ്പിക്കുന്നതും മറ്റും അടുത്ത ദശകത്തിലാണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.